ആഴിയിന്നാഴങ്ങളിൽ ആഴിയിന്നാഴങ്ങളിൽ മത്സ്യത്തൊഴിലാളികളുടെ ആത്മീയ അനുഭവങ്ങളിലൂടെയുള്ള യാത്ര ആഴിയിൻ ആഴങ്ങളിൽ. ആഴിയിന്നാഴങ്ങളിൽ. ഇത് ടോപ്പസ് നെറ്റോ. കൊല്ലം ജില്ലയിലെ ആലപ്പാട് പഞ്ചായത്തിലെ അഴീക്കൽ സ്വദേശിയാണ്. വളരെ ചെറുപ്രായത്തിൽ തന്നെ മത്സ്യബന്ധനം തൊഴിലായി സ്വീകരിച്ച ഇദ്ദേഹം നിരവധി ആത്മീയ അനുഭവങ്ങളിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത്. കായലിലും കടലിലും മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ടോപ്പസ് നെറ്റോ മനസ്സ് തുറക്കുന്നു ആഴിയിൻ ആഴങ്ങളിലൂടെ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ടോപ്പസ് നെറ്റോ. കുഞ്ഞുനാളിൽ അമ്മയിലൂടെ പകർന്നു കിട്ടിയ, മാതാപിതാക്കളിലൂടെ പകർന്നു കിട്ടിയ വിശ്വാസമാണ് എൻ്റെ ജീവിതത്തെ നയിക്കുന്നത്. അമ്മ നല്ല പ്രാർത്ഥിക്കുന്ന അമ്മയായിരുന്നു. പ്രാർത്ഥനയിലൊക്കെ ഒരുപാട് സജീവമായി പ്രവർത്തിക്കുന്ന അമ്മയാണ്. അങ്ങനെ ആ ഒരു പ്രാർത്ഥനാ അനുഭവത്തിലൂടെ കടന്നു വന്നതുകൊണ്ട് അതെനിക്കൊരുപാട് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും എൻ്റെ കുടുംബ ജീവിതത്തിലും ഒരുപാട് എനിക്ക് സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രാർത്ഥനാ മേഖലകളിലും കാറ്റഗിസം അധ്യാപകനായിട്ടും ഇടവകയുടെ പ്രാർത്ഥന കൂട്ടായ്മകളിലും ജീസസ് യൂത്ത് KCYM അതുപോലെയുള്ള യൂത്തിൻ്റെതാവുന്ന പ്രവർത്തനങ്ങളിലും പ്രവർത്തിക്കാനായിട്ട് ഒരുപാട് സാധിച്ചു. അങ്ങനെ ഒത്തിരി പ്രാർത്ഥനാ അനുഭവത്തിൽ ഞങ്ങൾ ഒത്തിരി വളരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതെൻ്റെ കുടുംബജീവിതത്തെ ഒത്തിരി സാധിച്ചിട്ടുണ്ട്. ഞാൻ ചെറുപ്പകാലം മുതലേ അപ്പച്ചൻ ഈ ചീനവല ഫീൽഡുമായിട്ട് നിന്നതുകൊണ്ട് ആ ഒരു മേഖലയിൽ അതിനെക്കുറിച്ച് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഈ ഒരു മേഖലയെക്കുറിച്ച് ആ ഒരു ചീനവല മേഖലയെ ജോലി ചെയ്യാനായിട്ട് തുടങ്ങി. ഞാൻ എൻ്റെ സുഹൃത്ത് വഴി, എൻ്റെ സുഹൃത്തായ ജോണിൻ്റെ ഫൈബർ വള്ളം ഇവിടെ എൻ്റെ വീടിൻ്റെ പരിസരത്താണ് അവിടെ കിട്ടുന്നത്. അങ്ങനെയാണ് ജോൺ വഴിയാണ് ഞാൻ ആദ്യമായിട്ട് കടലിലേക്ക്, അപ്പൂസ് എന്ന ജോണിൻ്റെ വള്ളത്തിൽ കടലിലേക്ക് ആദ്യമായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് കടലിൽ പോകുമ്പോഴത്തേക്ക് ഒരു ഭയമൊക്കെ എൻ്റെ മനസ്സിലുണ്ടായതെങ്കിലും ആ ഒരു ആത്മീയമായിട്ട് എനിക്ക് ലഭിച്ച വിശ്വാസ ജീവിതത്തിൽ നിന്ന് ലഭിച്ച ആ ഒരു വലിയ ശക്തി, അതൊരു വലിയ ഒരു അനുഗ്രഹമായിരുന്നു. കടലിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ ആ ജോലി സമയത്തൊക്കെ ഒരുപാട് ഉൾഭാഗങ്ങളിലേക്കൊക്കെ സഞ്ചരിച്ചപ്പോഴൊക്കെ ആദ്യമൊക്കെ വലിയ ഭയവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ഒക്കെ പണിക്ക് പോയ സമയത്തൊക്കെ. പക്ഷേ ഞാൻ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ആയിരുന്നതുകൊണ്ട് ആ ഒരു പ്രാർത്ഥനാ അനുഭവത്തിൽ തന്നെ കടലിൽ പോകുന്ന സമയത്തും പ്രാർത്ഥിക്കുകയും അങ്ങനെ പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് ജോലി മേഖലയിൽ പ്രവർത്തിക്കാനായിട്ട് സാധിച്ചത്. അതൊക്കെ ഒത്തിരി വലിയ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകാൻ സാധിച്ചു. ഞാൻ ഒരുപാട് ഉൾക്കടലിലേക്ക് ഈ വള്ളത്തിൽ യാത്ര, കൊച്ചു വള്ളത്തിലാണ് അപ്പോൾ പോയിക്കൊണ്ടിരുന്നത്. 5-6 തൊഴിലാളികൾ അതിനകത്തുണ്ട്. അപ്പോൾ യാത്ര ചെയ്ത സമയത്ത്, രാത്രിയുടെ സമയത്ത്, അപ്പോൾ ചുറ്റുപാടും അങ്ങനെ വള്ളങ്ങളൊന്നും ഇല്ലാത്തൊരു സമയമാണ്. അപ്പോൾ വളരെ ആദ്യമായിട്ടൊക്കെ ഉള്ള സമയത്ത് വളരെയേറെ ഭയപ്പെട്ടൊരവസ്ഥ, ഒരുപാട് അസ്വസ്ഥതയുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ എനിക്ക് ഒരു വലിയൊരു ബോധ്യമുണ്ടായിരുന്നു. കാരണം ഞാൻ വിശ്വസിക്കുന്നതാവുന്ന എൻ്റെ ദൈവം, കാറ്റിനെയും കടലിനെയും ഒക്കെ ശാന്തമാക്കിയ, തൻ്റെ ഉള്ളം കയ്യിൽ എപ്പോഴും എന്നെ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ ആ ഒരു വലിയ കൃപ, ഏത് ആ അവസ്ഥയിൽ എന്നെ പരിപാലിക്കാൻ സാധിക്കുമെന്നുള്ളൊരു വലിയ ബോധ്യം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അതിന് പ്രത്യേകമായിട്ടൊരു പേടിയോ ഭയമോ ഒന്നും തോന്നില്ല. പ്രത്യേകിച്ച് കടലിലൊക്കെ ആദ്യമായിട്ടൊക്കെ പോകുന്ന സമയത്ത് ഞാൻ പലയിടത്തും ചോദിച്ചിട്ടുണ്ട്, പലരും പറഞ്ഞിട്ടുണ്ട് ഒത്തിരി ഛർദ്ദിക്കുകയും മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ കടല പോയ സമയത്ത് അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടോ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ വളരെ സിമ്പിളായിട്ട് ആ ജോലി മേഖലയിൽ പോയി വരാനായിട്ട് എനിക്ക് സാധിച്ചു. അതൊരു വലിയ എനിക്ക് തീർച്ചയായിട്ടും ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ട്, അതൊരു ദൈവാനുഗ്രഹത്തിൻ്റെ വലിയൊരു നിമിഷമാണ്. യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ജോലി മേഖലയിലേക്ക് പോയി വരാനും ഒത്തിരിയേറെ അസ്വസ്ഥതകൾ, പലരും ഭയപ്പെടുന്നതാകുന്ന തിരമാലകളൊക്കെ, ആർത്തിരമ്പുന്ന തിരമാലകളൊക്കെ കാണുമ്പോൾ ഭയപ്പെടുന്നതാകുന്ന അവസ്ഥയിൽ
ദൈവത്തിൻ്റെ ആ കരുതലും സ്നേഹവും അനുഭവിച്ചറിയാനായിട്ട് എനിക്ക് സാധിച്ചു. ഒരിക്കൽ ഞങ്ങൾ പണിക്കിങ്ങനെ പോയ സമയത്ത്, ആ സമയത്ത് ഇതുപോലെ ഈ വല നീട്ടിൻ്റെ പണിക്കായിട്ടാണ്, നീട്ടുപണിയായിട്ടാണ് ഒക്കെ അങ്ങനെ ആ സമയത്ത് പോയ സമയത്ത് ഇതുപോലെ ഇച്ചിരി ഉള്ളോട്ട് 10-18 മാറ് 20 മാറിലൊക്കെ ഉള്ളോട്ട് പോയ ഒരു സമയമായിരുന്നു. അപ്പോഴത്തേക്ക് ഇങ്ങനെ തിരമാലകളൊക്കെ വന്ന് വളരെ ശാന്തമായി കിടന്ന അവസ്ഥയിൽ പെട്ടെന്ന് ഇങ്ങനെ കാറ്റും കോളും ഒക്കെ ഉണ്ടായൊരു സമയം ഉണ്ടായിരുന്നു. പെട്ടെന്ന് കാറ്റും കോളും ഒക്കെ ഉണ്ടായൊരു സമയം. അപ്പോൾ ആ സമയത്ത് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് യേശു കടലിനെയും കാറ്റിനെയും ഒക്കെ ശാന്തമാക്കുന്ന ആ ഒരു വലിയ ഒരു ഫീല് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. പെട്ടെന്ന് ആ ഒരു ബോധ്യത്തിലേക്ക്, കാരണം ഏത് പ്രതിസന്ധിയിലും ശിഷ്യന്മാർ ആ കടലിലായിരുന്നപ്പോൾ അവർ നിലവിളിച്ച് പ്രാർത്ഥിച്ച ഒരനുഭവമുണ്ട്. അതുപോലെ തന്നെ ഞാനും ആ അവസ്ഥയിൽ, ആ വലിയൊരു ഭയപ്പാടിൻ്റെ അവസ്ഥയിൽ എത്തിയപ്പോൾ ഞാനും കർത്താവിനടുത്ത് ഞങ്ങളെ വള്ളത്തിലായിരുന്ന ഞങ്ങളെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. വളരെ ശക്തമായ കാറ്റിൽ, പ്രത്യേകിച്ച് ഞാൻ ചെയ്യുന്ന ചീനവലയുടെ ഫീൽഡിലായാലും പലപ്പോഴും ഈ കാറ്റും കോളും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത്, ശക്തമായ കാറ്റും കോളും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് ഏറ്റവും വിശ്വാസത്തോടു കൂടി മറ്റുള്ളവരോട് പറയാൻ സാധിക്കും, ആ ഒരു ദൈവത്തിലുള്ള പൂർണ്ണമായ ആശ്രയം. ശക്തമായ, പ്രത്യേകിച്ച് ഈ പ്രദേശമൊക്കെ ശക്തമായ കാറ്റൊക്കെ അടിക്കുന്ന സമയത്ത് വലയ്ക്കൊക്കെ കാറ്റുകൊണ്ട് കേടുപാടുകളൊക്കെ സംഭവിക്കാറുണ്ട്. അങ്ങനെ പല അനുഭവങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഈ കാറ്റൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആ ദൈവത്തിലുള്ള ആശ്രയം, വിശ്വാസ പ്രമാണമൊക്കെ ഉറച്ച് ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനെയൊക്കെ എല്ലാത്തിനെയും ശാന്തമാക്കുന്ന ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ച വിശ്വാസത്തെക്കുറിച്ച് ഒരുപാട് പറയാനായിട്ടുണ്ട്. അവരെനിക്ക് പകർന്നു തന്ന വിശ്വാസം, ഞാൻ നേരത്തെ പറഞ്ഞു, അമ്മയിലൂടെ കിട്ടിയ വിശ്വാസം. പ്രാർത്ഥിക്കുന്ന അമ്മയായിരുന്നു. എൻ്റെ കുടുംബത്തിലായാലും എൻ്റെ അപ്പൻ്റെ അപ്പനായാലും അമ്മയുടെ അപ്പനായാലും ഇവരൊക്കെ ഒരുപാട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിരുന്നു. മാതാപിതാക്കളിൽ നിന്ന് പകർന്നു കിട്ടിയ ഒരു വിശ്വാസം, അത് എനിക്ക് എൻ്റെ ആത്മീയ ജീവിതത്തിൽ, എൻ്റെ തൊഴിൽ മേഖലയിലും എനിക്ക് ഒരുപാട് അത് എന്നെ മുന്നോട്ട് നടത്തിയിട്ടുണ്ട്. അത് കടലിലായാലും കായലിലായാലും ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് പ്രതികൂല സാഹചര്യങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് ഒരുപാട് ഭയപ്പെടുന്ന അവസ്ഥകളിലൊക്കെ എനിക്ക് അതിനെ മുന്നോട്ട് നയിക്കാനായിട്ട്, അത് മറ്റുള്ളവരോട് പ്രത്യേകിച്ച് ഞാൻ ജോലി ചെയ്യുമ്പോൾ എനിക്കറിയാം പലപ്പോഴും മത്സ്യങ്ങളൊക്കെ ധാരാളം കിട്ടുന്ന സമയം ഉണ്ടായിരുന്നു, നല്ല നല്ല മത്സ്യങ്ങൾ. അപ്പോൾ ഞാൻ അവരോടൊക്കെ വിശ്വാസത്തോടുകൂടി പറയാറുണ്ട്. ഞാൻ എൻ്റെ പ്രാർത്ഥന അനുഭവത്തിൽ നിന്നാണ് ഞാൻ ജോലി ചെയ്യാൻ വരുമ്പോഴും അതുപോലെ തന്നെ എനിക്ക് അവരോട് ധൈര്യമായിട്ട് പറയാൻ സാധിക്കും, ദൈവം എൻ്റെ ആവശ്യമനുസരിച്ച് എൻ്റെ ജീവിതത്തിൽ ഓരോ സമയങ്ങളിലും തക്ക സമയത്ത് ഇടപെട്ടുകൊണ്ട് എന്നെ സഹായിക്കുന്നുണ്ട്. ഏത് ബുദ്ധിമുട്ടിൻ്റെ അവസ്ഥയിലും ആ ദൈവത്തോട് ചേർന്നിരിക്കാനായിട്ട് എൻ്റെ തൊഴിൽ മേഖലയിൽ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പ്രാർത്ഥനയോടുകൂടി പലപ്പോഴും ഞാൻ വെളുപ്പിനെയൊക്കെ ഈ 4 മണി സമയത്തൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് 1 മണിക്കൂറോളം ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞാണ് ഞാൻ എൻ്റെ ജോലി മേഖലയിലേക്ക് വരുന്നത്. അങ്ങനെ അന്നത്തെ ദിവസം ഒക്കെ ഈ ജോലി മേഖലയിലായിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ ജോലി പ്രാർത്ഥനയോടി ചെയ്യുവാനും ആ ദൈവാനുഭവത്തിൽ നിന്നും ചെയ്യുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മൾ ഈ മത്സ്യബന്ധന തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ, പ്രത്യേകിച്ച് കടലിലായാലും കായലിലായാലും നമ്മൾ ജോലിക്കായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ ദൈവം നമുക്ക് തരും എന്നുള്ള വലിയൊരു പ്രതീക്ഷ, ആ ഒരു പ്രതീക്ഷയോടു കൂടിയാണ് നമ്മൾ ജോലിക്കായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. അവിടെ പ്രത്യേകിച്ച് അവിടെ നമ്മൾ കൊണ്ട് നിക്ഷേപിച്ചിട്ടല്ല നമ്മൾ പോകുന്നത്. ദൈവത്തിലുള്ള ഒരു പൂർണ്ണമായ വിശ്വാസം, ഒരാശ്രയമാണ് ആ ഒരു ജോലി മേഖലയുടെ വലിയൊരു പ്രത്യേകത. അത് വലിയ വിശ്വാസത്തോടു കൂടി തന്നെ, പ്രത്യേകിച്ച് ഇവിടെ വലിയ വള്ളങ്ങളിലായാലും ചെറിയ വള്ളങ്ങളിലായാലും കായലിലായാലും ഒരുപാട് പേര് ഒരു വള്ളത്തിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പലരും പലതരത്തിലുള്ള വിശ്വാസവും ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവരുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ എന്നിലുള്ള വിശ്വാസം, ദൈവം എനിക്ക് തരുമെന്നുള്ള ആ ഒരു വലിയ ബോധ്യം,
സർവ്വചരാചരങ്ങളെയും നിയന്ത്രിക്കുന്ന സർവശക്തനായ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്ന ജോലി, അത് ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, നിൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടു കൂടിയാകട്ടെ. അപ്പോൾ ആ ഒരു ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും വചനത്തിൽ പറയുന്നത് പോലെ എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. ആ ഒരു ബോധ്യത്തിൽ നിന്ന് ആ ജോലി ചെയ്യുമ്പോൾ ആ ഒരു വലിയ വിശ്വാസമുണ്ട്. ആ ഒരു വലിയ വിശ്വാസത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ ദൈവം നമുക്ക് ആവശ്യമുള്ളത് തരും. ഇന്ന് വരെയുള്ള ആ ഒരു ജീവിതത്തിലേക്ക് ഞാൻ നോക്കുമ്പോൾ ആ ഒരു തൊഴിൽ മേഖലയിൽ ദൈവം ഓരോ കാര്യങ്ങളും തക്ക സമയത്ത് നൽകിക്കൊണ്ട് വളരെ അത്ഭുതകരമായ രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പലരും തന്നെ അതിനോട് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഈ സമയത്ത് സുനാമിയെക്കുറിച്ച്, ഞങ്ങളുടെ ഇവിടെ സംഭവിച്ച സുനാമി എന്ന മഹാദുരന്തത്തെക്കുറിച്ച് ഓർക്കുകയാണ്. 2004 ഡിസംബറിൽ സംഭവിച്ച സുനാമി എന്ന മഹാദുരന്തം. ആ സമയത്ത് ഞങ്ങൾ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ കുടുംബ വീട്ടിലായിരുന്നു. എല്ലാവരും കൂടി, ബന്ധുമിത്രാദികളെല്ലാം കൂടി ഒരുമിച്ച് കൂടിയ ഒരു സമയത്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. ഞാൻ അന്ന് ഇവിടെ തുരുത്തിൽ താമസിക്കുന്നത് കൊണ്ട് വള്ളം വഴിയാണ് അമ്മയുടെ അപ്പൻ്റെ വീട്ടിലേക്ക് ഞങ്ങളെല്ലാവരും കൂടെ പോയത്. അങ്ങനെ പോകാനിരുന്ന സമയത്താണ് ഇങ്ങനെ ഞങ്ങൾ ആദ്യം ശ്രദ്ധിച്ച കായലിൽ ഇങ്ങനെ വെള്ളം ഉൾവലിയുന്നതായിട്ട് കണ്ടു. ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നത് കൊണ്ട് അതൊരു അത്ഭുതമായിട്ട് തന്നെ തോന്നി. ഉൾവലിഞ്ഞു. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം, കുറേ കൂടെ കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും വെള്ളം ഇങ്ങനെ ഉൾവലിയുന്നതായിട്ട് കണ്ടു. അപ്പോൾ എൻ്റെ മനസ്സിലൊരു തോന്നലുണ്ടായത്, അപ്പോൾ ഈ ഒരു സംഭവം ഇവിടെ ഇങ്ങനെയാണെങ്കിൽ ഇത് അഴീക്കൽ കടൽ ആ പൊഴിമുഖ ഭാഗത്ത് കുറച്ചും കൂടെ എന്തായിരിക്കും ഇത് സംഭവിക്കുന്നത് അറിയാൻ വേണ്ടി ഞാനും എൻ്റെ രണ്ട് സഹോദരങ്ങളുണ്ടായിരുന്നു. സഹോദരങ്ങളുമായിട്ട് ഞങ്ങളന്ന് സൈക്കിളിൽ ഞങ്ങളന്ന് കുറച്ച് ദൂരം, ഒരു 1.5 കിലോമീറ്റർ ഇവിടുന്ന് പൊഴിമുഖത്ത് പോകണം. അവിടെ ചെന്നപ്പോൾ അവിടെയും ജനക്കൂട്ടവും ഒരുപാട് ആൾക്കാരും ഒക്കെ ഇത് കാണാനായിട്ട് അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഈ ഒരു പ്രതിഭാസം ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ കുറേ സമയം അവിടെ നിന്ന്. അപ്പോൾ പെട്ടെന്നാണ് മൂന്നാമത്തെ പ്രാവശ്യം ഇങ്ങനെ കടൽ ഉൾവലിഞ്ഞ് പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവിടെ കെട്ടിയിരുന്ന കടൽ ഭിത്തിയുടെ മുകളിൽ കൂടി കടൽ പെട്ടെന്ന് കരയ്ക്കോട്ട് ആഞ്ഞടിച്ചു. അങ്ങനെ ഇവിടെ മൊത്തം വെള്ളമായി. എല്ലാവരും എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ ഞങ്ങൾ ഭയപ്പെട്ടുകൂടി ഞങ്ങളുടെ ഏകദേശം തോള് വരെ വെള്ളം വരുന്നൊരവസ്ഥയുണ്ടായ സമയത്ത് അത്രയ്ക്ക് വെള്ളം. പെട്ടെന്ന് ഞങ്ങളുടെ സഹോദരങ്ങൾ ഓടിപ്പോയി അവിടെ ആ ഭാഗത്ത് തന്നെ. അപ്പോൾ മറ്റു പലരും കൂടെ ഉണ്ടായിരുന്ന പലരും പല ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോയി. എങ്ങോട്ടൊക്കെ ഓടിയെന്നറിയത്തില്ല. എനിക്ക് അന്നേരം പെട്ടെന്ന് രക്ഷപ്പെടാനായിട്ട് ദൈവത്തിൻ്റെ ഒരു കരുതലെന്ന പോലെ അടുത്തൊരു തെങ്ങുണ്ടായിരുന്നു. ഈ തെങ്ങ് പെട്ടെന്ന് ഞാൻ കയറി. ആ തെങ്ങിനകത്ത് പകുതിയോളം കയറി നിന്ന്. അപ്പോൾ ഇങ്ങനെ താഴോട്ട് നോക്കുമ്പോൾ എല്ലാം ഇങ്ങനെ അവിടെയുള്ള കടകളെല്ലാം അടിച്ച് നശിപ്പിച്ച് ഒരുപാട്, ഞാൻ പോയ സൈക്കിളൊക്കെ കടലിൽ വെള്ളം വന്ന് കായലിലേക്ക് ഒഴുകിപ്പോകുന്നു. അങ്ങനെ ഒരുപാട് കുറേ സമയം ആ തെങ്ങിൻ്റെ മുകളിൽ എനിക്കിരിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ അവിടുന്ന് ഞാൻ ഈ വെള്ളം കായലിലേക്ക് വന്ന സമയത്ത് പെട്ടെന്ന് അവിടുന്ന് ഞാൻ രക്ഷപ്പെട്ട്, ഞങ്ങൾ 3 പേരും പെട്ടെന്ന് ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ എൻ്റെ കൂടെ വന്ന മറ്റ് 2 പേരും ഒരു വീടിൻ്റെ മണ്ടയ്ക്കാണ് ഓടി രക്ഷപ്പെട്ട് കയറിയത്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഞങ്ങൾക്ക് അവിടെ ഈ സംഭവം ഉണ്ടായിട്ടുള്ളൂ, ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ എല്ലായിടത്തും തെക്ക് വടക്ക് ഈ കടലിങ്ങനെ അടിച്ച് വലിയ അസ്വസ്ഥ, ജനങ്ങളെല്ലാം പരിഭ്രാന്തരായിട്ട് അവരാകെ വെപ്രാളം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക. അപ്പോൾ ഞങ്ങളിവിടെ വന്ന് എല്ലാവരുമായിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ പള്ളിയുടെ ആ ഭാഗത്തേക്ക് ആൾക്കാരെല്ലാം അങ്ങോട്ട് ഓടിക്കൂടുന്നു. ആൾക്കാരെല്ലാം രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേഗം തന്നെ വലിയ വള്ളങ്ങളിലും മറ്റ് എങ്ങനെയൊക്കെ സാധ്യമായ മേഖലകളിലൂടെയൊക്കെ ആൾക്കാരെ രക്ഷപ്പെടുത്താൻ പറ്റുമോ അങ്ങനെ അപ്പുറത്ത് 1000 തെങ്ങെന്ന കരയിലേക്ക് ഓരോരുത്തരെയും രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളും അവിടെ ചെന്നു. സത്യം പറഞ്ഞാൽ ഇതൊരു ഒരുപാട് പേരുടെ ജീവൻ, 150 പേരോളം ഞങ്ങളുടെ ഈ ആലപ്പാട് പഞ്ചായത്തിൽ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ ഭാഗത്ത്, ഞങ്ങളുടെ ഈ 1, 2, 3 വാർഡിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സുനാമി മൂലം മരണപ്പെട്ടത്. അത് ഇന്നും ഞങ്ങളുടെ മനസ്സിൽ, പ്രത്യേകിച്ച് എൻ്റെ വ്യക്തിപരമായ എൻ്റെ ജീവിതാനുഭവത്തിൽ ഇന്നും മറക്കാത്ത, അതായത് ഈ ഡിസംബർ 26-ാം തീയതി ഒരു ദിവസം ഉണ്ടെങ്കിൽ അതിൽ പ്രത്യേകിച്ച് അന്ന് ദേവാലയത്തിൽ പോയി ആ ദിവ്യബലിയിൽ ഈ മരിച്ചവർക്ക് വേണ്ടിയുള്ള അന്നത്തെ ദിവ്യബലിയിൽ പങ്കെടുക്കുക എന്നത്, ഞാൻ എവിടെ ആയിരുന്നാലും ഇത്രയും വർഷം ഇപ്പോൾ 10-20 വർഷത്തിന് മുകളിലായി.
ആ ഒരു ദിവ്യബലി പങ്കെടുത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അത് ഒരിക്കലും ജീവിതത്തിൽ മറക്കാത്ത ഒരു ഓർമ്മയാണ്. അതുകൊണ്ട് ആ ഒരു മഹാദുരന്തം ഇന്നും ഞങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. ഒരുപാട് പേര് ഞങ്ങളുടെ നാട്ടിൽ വരുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർ, പ്രത്യേകിച്ച് ഈ സുനാമിക്ക് ശേഷമാണ് യഥാർത്ഥത്തിൽ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം പോലെ ഈ സുനാമിക്ക് ശേഷമാണ് ഞങ്ങളുടെ ഈ പ്രദേശം തന്നെ അതിൻ്റെ മുഖച്ഛായ തന്നെ മാറിപ്പോയി. എല്ലാ മേഖലകളും ഒരുപാട് പേർക്ക് വീടില്ലാത്തവർക്ക് വീടുകളുണ്ടായി, തൊഴിൽ മേഖലകളുണ്ടായി. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ ഞാനിരിക്കുന്ന ഈ ഭാഗത്ത് കാണുന്ന പാലം, ഞങ്ങൾ ഈ സുനാമിക്ക് ശേഷം ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു ദൈവാനുഗ്രഹമാണ് ഈ പാലം. കാരണം ഞങ്ങൾ കുറേ തുരുത്തിൽ താമസിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് യാത്രാ സൗകര്യമൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ആ ഒരു സമയത്ത് ഈ പാലം ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് മാറിയത്. അതുപോലെ തന്നെ ആയിരന്നുങ്ക് പാലം, ചെറിയഴിക്കൽ പാലം, ഇങ്ങനെ സുനാമിക്ക് ശേഷം ഒരുപാട് വികസനങ്ങൾ ഞങ്ങളുടെ ഈ പഞ്ചായത്തിലുണ്ടായി. ഒത്തിരി അനുഗ്രഹങ്ങൾ, ദൈവാനുഗ്രഹങ്ങൾ കടന്നു വന്നു. അപ്പോൾ ഇതിലൂടെ ഈ മഹാദുരന്തത്തിൻ്റെ ഓർമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുമ്പോഴും ദൈവം ഞങ്ങളുടെ ഈ പ്രദേശത്തിനും ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക്, അതുപോലെ തന്നെ ഒരുപാട് മക്കൾ ഇന്ന് ഞങ്ങളിവിടെ കാണുന്ന ഈ ഫിഷിംഗ് മേഖല തന്നെ, ഇവിടെ ഇത്രയും വള്ളങ്ങളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായത് തന്നെ ഈ സുനാമിക്ക് ശേഷമുള്ള ഈ കാലഘട്ടത്തിൽ ഒരുപാട് ഒത്തിരി സംഘടനകൾ ഇവിടെ വന്ന് സഹായിച്ചു. ഒരുപാട് പേർക്ക് തൊഴിലുപകരണങ്ങൾ നൽകുകയും ഭവനങ്ങളൊക്കെ വെച്ച് നൽകുകയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ അത് തീർച്ചയായിട്ടും ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാവാത്തൊരു കാര്യമാണ്. ആ ഒരു ദൈവത്തിൻ്റെ ഒരു തകർച്ചയിലൂടെ വലിയ ഒരു ഉയർച്ച ഞങ്ങൾക്ക് തരാനായിട്ട് ദൈവത്തിന് സാധിച്ചു. ഏത് തകർച്ചയ്ക്ക് പിന്നിലും ഒരു നന്മയുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. നമ്മൾ പലപ്പോഴും ഈ ജോലി സമയങ്ങളിൽ ഞാൻ മിക്കവാറും എല്ലാവരിലും ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ മാതാവിൻ്റെ ജപമാല. അതെല്ലാവരിലും കൊന്ത എല്ലാവരുടെയും കഴുത്തിൽ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതൊരു വലിയ ഒരു വിശ്വാസത്തിൻ്റെ ഒരു മേഖലയാണ്. മാതാവിലുള്ള ദൈവത്തിലുള്ള ആശ്രയം എന്നതുപോലെ തന്നെ യേശുവിൻ്റെ അമ്മയിലുള്ള ഒരാശ്രയം. പ്രാർത്ഥിക്കാനായിട്ട് കടലിലേക്ക് ജോലിക്കായിട്ട് പോകുന്ന സമയത്ത് ആ പരിശുദ്ധ മാതാവിനോടുള്ള ആ ഒരു സ്നേഹവും വിശ്വാസവും, ഞാൻ തന്നെ എൻ്റെ ഒരു അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ ജപമാല ഒരു ദിവസം പോലും മുടക്കാറില്ല. എത്ര ജോലി സംബന്ധമായ ക്ഷീണമുണ്ടെങ്കിൽ പോലും ജപമാല മുടക്കാറില്ല. എല്ലാ ദിവസവും മാതാവിനടുത്ത് അമ്മയെടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു പ്രാർത്ഥനയുടെ അനുഭവം, കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ കനായിലെ വിവാഹ വിരുന്നിൽ മാതാവിൻ്റെ മാധ്യസ്ഥം നമുക്കെല്ലാവർക്കും അറിയാം. അമ്മ പറയുമ്പോൾ തൻ്റെ മകൻ കേൾക്കുമെന്നുള്ള ആ ഒരു വലിയ ബോധ്യം, അതുകൊണ്ട് തന്നെ ആ ഒരു വിശ്വാസത്തിൻ്റെ ബോധ്യത്തിൽ അമ്മ വഴിയായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. മറ്റുള്ളവരിലേക്ക് ഈ ജപമാലയുടെ പ്രാധാന്യത്തെക്കുറിച്ച്, ജപമാലയുടെ ശക്തിയെക്കുറിച്ച്, പ്രത്യേകിച്ച് ഞാൻ എൻ്റെ കാറ്റഗിസം ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ, അവരിൽ ഏറ്റവും കൂടുതൽ അവരെ പറഞ്ഞു കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കുന്ന, അവരെ ഞാൻ പഠിപ്പിച്ച ഓരോ ക്ലാസ്സുകളിലെയും എനിക്ക് വളരെ നിർബന്ധമായിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് അവിടെ ജപമാല രഹസ്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുക. സന്തോഷ, ദുഃഖ, മഹിമ രഹസ്യങ്ങൾ, പ്രകാശി, ജപമാല രഹസ്യങ്ങളെക്കുറിച്ച് ഞാൻ അവരെ കൂടെ ക്ലാസ്സിൽ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരെ കൊണ്ട് കൂടെ ഇതിങ്ങനെ പറയുകയും ചോദിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം ആ ഒരു വർഷക്കാലം അവരെ കൊണ്ട് എനിക്ക് നിർബന്ധമായൊരു കാര്യമാണ്. അപ്പോൾ ഞാനവിടെ പ്രാർത്ഥനയെക്കുറിച്ച് അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട്, ജപമാലയുടെ ശക്തിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊരു വലിയ സ്വാധീനമാണ്. അപ്പോൾ പലപ്പോഴും പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, കാറ്റഗിസം സംബന്ധമായിട്ട് ഈ പഠിപ്പിക്കുമ്പോഴൊക്കെ അവർക്ക് വിശ്വാസത്തിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള അറിവിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തിലുള്ള ആശ്രയം അത് പ്രാർത്ഥനയിലൂടെ എങ്ങനെ നേടിയേക്കാം, പ്രത്യേകിച്ച് വ്യക്തിപരമായ പ്രാർത്ഥന അനുഭവത്തിലൂടെ എങ്ങനെ അത് കുടുംബജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥന അനുഭവത്തിലേക്ക് കടന്നത് ഏറ്റവും പ്രധാനമായിട്ട് അവിടെ ഒരു പ്രവർത്തന മേഖല BCC കൂട്ടായ്മയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ BCC കൂട്ടായ്മ പ്രവർത്തിക്കുമ്പോൾ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ അവിടെ ഈ വചനം ഷെയറിംഗ് ഉണ്ട്, ബൈബിൾ വായിച്ച് വചനം ഷെയർ ചെയ്യുന്ന അനുഭവമുണ്ട്.
അപ്പോൾ അങ്ങനെ ആ വചനം ഷെയർ ചെയ്യാനായിട്ട് മറ്റുള്ളവരോട് കിട്ടുന്ന സമയം വചനം ഷെയർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തൊഴിൽ മേഖലയിലായിരിക്കും, പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഇവിടെ ആയിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ചിനവലയുടെ മേഖലയിൽ കായല ജോലി മേഖലയിലായിരിക്കുമ്പോഴൊക്കെ മറ്റുള്ളവരോട് ഈ പ്രാർത്ഥനയുടെ ആ ഒരു അനുഭവം എൻ്റെ തൊഴിലുമായി ബന്ധപ്പെട്ട് അത് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ മത്സ്യബന്ധന മേഖലയിലായിരിക്കുമ്പോൾ പ്രാർത്ഥന അനുഭവത്തിൽ നിന്നുകൊണ്ട് അത് ചെയ്യാനായിട്ട് എനിക്ക് ഒരുപാട് സാധിച്ചിട്ടുണ്ട്. മറ്റുള്ളവരോട് അത് പങ്കുവയ്ക്കുവാനും ആ ഒരു എനിക്ക് കിട്ടിയ ദൈവസ്നേഹവും ആ ഒരു തൊഴിൽ മേഖലയിൽ ഞാനായിരിക്കുമ്പോൾ എനിക്കത് ചെയ്യാനുള്ളൊരു പ്രചോദനവും, പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനം അത് ആ ഒരു ആരോഗ്യത്തോടു കൂടി അത് ചെയ്യാനുള്ള വലിയ അനുഗ്രഹവും ഈ പ്രാർത്ഥനാ അനുഭവത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. മറ്റുള്ളവരോട് അത് ഷെയർ ചെയ്യാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കടലിലൊക്കെ ആകുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ പലപ്പോഴും വള്ളത്തിലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട്, പ്രാർത്ഥനയുടെ കുറിച്ചൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. ഒറ്റയ്ക്ക് ഞാൻ ഇങ്ങനെ ജോലിയില്ലാത്ത സമയത്ത് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ പലരും അങ്ങനെ ചോദിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയ ദൈവാനുഭവം, പ്രാർത്ഥനയുടെ ആ ഒരു ശക്തിയെക്കുറിച്ച്, എന്താണ് പ്രാർത്ഥിക്കുമ്പോഴുള്ളതാവുന്ന ആ ഒരു അനുഭവം, അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതൊരു വലിയൊരു അനുഭവം. പ്രത്യേകിച്ച് കടലിലൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് അസ്വസ്ഥതകളൊക്കെ നിറഞ്ഞ ഒരു സമയമുണ്ടാകുന്ന സമയത്ത് അവർക്കൊക്കെ ആ ഒരു വിശ്വാസത്തിൻ്റെ ബോധ്യം, അത് പ്രത്യേകിച്ച് എൻ്റെ സുഹൃത്തായ ജോണ്, അദ്ദേഹവും നന്നായിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അങ്ങനെ ജോലി ചെയ്യാനായിട്ട് സാധിച്ചതും എനിക്ക് വലിയൊരു അനുഗ്രഹമാണ്. കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് അതെനിക്കൊരു എൻ്റെ ജീവിതാനുഭവത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷ നിമിഷങ്ങളായിട്ട് ഞാൻ ഓർക്കുന്നു. ഞാൻ ആദ്യമായിട്ട് ഈ കടലിൽ പോകുന്ന സമയത്ത് എൻ്റെ പ്രത്യേകിച്ച് എൻ്റെ കുടുംബത്തിന് അത് വലിയ ഒരു ഭയം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അമ്മയ്ക്കും വൈഫിനൊക്കെ വലിയ ഭയമുണ്ടായിരുന്നു. ആദ്യമായിട്ട് ആ ഒരു മേഖലയിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ഭയം അവർക്കുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു ആത്മീയമായ ഒരു പശ്ചാത്തലം വെച്ച് ഞാൻ അവർക്ക് ആ ഒരു ധൈര്യം, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി എന്നുള്ള ആ ഒരു ധൈര്യം അവർക്ക് കൊടുത്തു. അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. തീർച്ചയായിട്ടും എനിക്കറിയാം, ഞാൻ ആദ്യമേ പറഞ്ഞു, അമ്മ പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ കുടുംബത്തിൽ എൻ്റെ അപ്പച്ചൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. എൻ്റെ അപ്പച്ചൻ്റെ പേര് ആൽബർട്ട് നെറ്റോ എന്നാണ്. എൻ്റെ അമ്മയുടെ പേര് മേരി എന്നാണ്. എൻ്റെ വൈഫിൻ്റെ പേര് ആൻസി. 2 മക്കൾ അമല, അഖില. 2 പേരും, ഒരാൾ 5ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു, ഒരാൾ 8ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. അപ്പോൾ അവരുടെയൊക്കെ എനിക്ക് കിട്ടിയ ആ ഒരു ദൈവാനുഭവം, അത് ഞാൻ എൻ്റെ കുടുംബത്തിൽ, പ്രത്യേകിച്ച് പ്രാർത്ഥനാ ജീവിതത്തിൽ, കുടുംബ പ്രാർത്ഥനയിൽ അതെപ്പോഴും മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയും ആ ഒരു അനുഭവത്തിൽ വളരാൻ അവരെ പഠിപ്പിക്കുകയും ചെയ്യാറുണ്ട്. മാതാപിതാക്കളിലൂടെ പകർന്നു കിട്ടിയ വിശ്വാസം, അത് എപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റുപറയാനായിട്ട്, അത് എൻ്റെ കുടുംബത്തിൽ, എൻ്റെ കുടുംബമായിട്ട് എൻ്റെ അപ്പൻ്റെ അമ്മയായാലും അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ കുടുംബമായാലും അവരൊക്കെ ഒരുപാട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിരുന്നു. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ എനിക്കും അവരിലൂടെയൊക്കെ കടന്നു വന്ന അവരൊക്കെ അവർ പ്രാർത്ഥിക്കുന്ന ആ ഒരു അനുഭവം അത് കണ്ടു വളർന്ന എനിക്ക് ഒരുപാട് ആ ഒരു ദൈവാനുഭവത്തിൽ വളരാനായിട്ട് സാധിച്ചു. അങ്ങനെ പരസ്പരം പ്രാർത്ഥിക്കുന്ന, ഞാനിപ്പോൾ ജോലിക്ക് പോയാൽ എനിക്ക് വേണ്ടി എൻ്റെ ഭവനത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുണ്ട്, അല്ലെങ്കിൽ ജീവിത പങ്കാളിയുണ്ട്. എൻ്റെ അപ്പച്ചൻ മരണപ്പെട്ടിട്ട് 5 വർഷമായി മരണപ്പെട്ടിട്ട്. അപ്പോൾ അപ്പനിലൂടെയും പകർന്നു കിട്ടിയ ആ ഒരു വിശ്വാസം, അപ്പനും വലിയൊരു വിശ്വാസത്തിൻ്റെ ഉടമയായിരുന്നു. അപ്പോൾ കുടുംബത്തിൽ ഞാൻ ആ തൊഴിൽ മേഖലയിലായിരിക്കുമ്പോൾ അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ആ ഒരു നല്ല സപ്പോർട്ട്, ആ ഒരു പ്രാർത്ഥനയുടെ സപ്പോർട്ട് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് ഏത് മേഖലയിലായാലും അവിടെ ദൈവം എന്നെ എപ്പോഴും കാത്തുപാലിക്കുമെന്നുള്ള ആ ഒരു വലിയ ബോധ്യം എനിക്കുണ്ട്.